ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ജീവനക്കാരെ ശിക്ഷിക്കാനോ ഭയപ്പെടുത്തുവാനോ ഉള്ള ഒരു ആയുധമാക്കി സ്ഥലമാറ്റത്തെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയുടെ പല നിർണായക വിധിയിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അർഹതയില്ലാത്തതും പ്രതികാര ബുദ്ധിയോട് കൂടിയുള്ളതുമായ സ്ഥലമാറ്റങ്ങൾ ഭരണഘടനയുടെ 14 അനുച്ഛേദം ഉറപ്പു നൽകുന്ന സമത്വത്തിന് ഉള്ള അവകാശത്തിൻ്റെ ലംഘനമാണ്. അത് കോടതികൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഒരു കാര്യമുണ്ട്, ഇത് ജനാധിപത്യ സംവിധാനം ശക്തമായി നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് EMS മുതൽ ഇങ്ങോട്ട് എത്രയോ മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രതികാര ഭീഷണികൾക്ക് മുന്നിലൊന്നും ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾ കൊണ്ട് അവർ നേടിയെടുത്ത അവകാശങ്ങളെയൊന്നും നിഷേധിക്കുന്നതിന് വേണ്ടിയൊന്നും കഴിയില്ല. നിങ്ങൾക്ക് തമിഴ്നാട്ടിലും കർണാടകത്തിലും സ്ഥലം മാറ്റാൻ പറ്റില്ലല്ലോ. ബാക്കി ഇവിടെ വേണം ഞങ്ങൾ പോയിക്കോളാം. പക്ഷേ ഇതുപോലെ തമിഴ്നാട്ടിലും കർണാടകത്തിലും പോവേണ്ടി വരുമെന്നുള്ള ഒരു നല്ല ഓർമ്മ വേണം. ഇപ്പോൾ ലിസ്റ്റ് എടുക്കുന്നവർ മനസ്സിലാക്കണം, കഴിഞ്ഞ LDF കാലഘട്ടത്തിൽ ആരും ഏതെങ്കിലും ലിസ്റ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഈ UDF ഭരണം വന്നതിന് ശേഷം UDF ഭരണം ഏൽപ്പിച്ചതോടുകൂടി കുരങ്ങൻ്റെ കയ്യിൽ പിച്ചിപ്പൂ ഏൽപ്പിച്ചതിലായി. UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എല്ലാ ദിവസവും പിന്നെ ഈ VD സതീശൻ്റെ ജോലി എന്താണ്? ഞങ്ങളെല്ലാം ആക്ഷേപിക്കുക എന്നുള്ളതാണ്. ബുദ്ധിജീവി ചമഞ്ഞ് ഞങ്ങളെല്ലാം ആക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു. അതിന് നാട്ടുകാരെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഒരു പടവും കൂടെ ഇറക്കിയിട്ടുണ്ട്. ഒരു പുസ്തകം ഞാൻ എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പടം. അങ്ങനെ വായിക്കുമെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ച് വായിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളെയൊക്കെ അദ്ദേഹം ഈ മന്ത്രിമാർ എവിടെ നിന്ന് കിട്ടി ഈ പിണറായി വിജയന് എന്നൊക്കെയാണ് അസംബ്ലി ചോദിച്ചത്. ഇന്നിപ്പം ഞങ്ങൾ ചോദിക്കുന്നില്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്നു, എവിടെ നിന്ന് കിട്ടി ഈ മന്ത്രിമാരെ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ്. ഏതെങ്കിലും ഒരു വകുപ്പ് നേരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? ഇപ്പോൾ ഓണത്തിന് പരീക്ഷ പഠിപ്പിച്ച് തീർന്നിട്ടില്ല, അങ്ങനെ പരീക്ഷ മാറ്റിവെക്കുകയാണ്. ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ LDF ഭരണകാലഘട്ടത്തിൽ എല്ലാ ദിവസവും മുരളീധരൻ്റെ പ്രസ്താവനയാണ്. ഇന്ന് മുരളീധരൻ ജനങ്ങൾക്ക് നല്ല മനസ്സിലായി. ഒന്നിനും കൊള്ളാത്ത ഒരു മന്ത്രിയാണ് മുരളീധരൻ എന്നുള്ള വിവരം ആൾക്കാർക്ക് മനസ്സിലായി. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളോട് ചിറ്റമ്മ നയമാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞൊരു ദിവസം ഈ വിഴിഞ്ഞത്ത് പുല്ലുവിളയിൽ കാണാതായ ഒരു മത്സ്യത്തൊഴിലാളി വീട്ടിൽ ഞാൻ പോയതാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. ഒരു മുഖ്യമന്ത്രിയുടെ വണ്ടിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുന്ന സമയമുണ്ട്. നമ്മുടെ കണ്ണൂർ വെച്ച് വെള്ളത്തിൽ വീണ് മരിച്ച സഹോദരൻ്റെ വീട്ടിൽ പോയിട്ട് വന്നായിരുന്നു. നല്ല കാര്യം തന്നെയാണ് വന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളി ആ വീട്ടിൽ പോയില്ല. പോകാത്തെന്നത് പത്രക്കാർ ചോദിച്ചപ്പോൾ പറയുന്നത്, അവരെ വിശ്വസിച്ചെങ്ങനെ പോകും? കഴിഞ്ഞ മുഖ്യമന്ത്രി പോയപ്പോൾ ഉള്ള അനുഭവം ഉണ്ടല്ലോ. കാരണം അവരെ അങ്ങേറ്റം പുച്ഛത്തോടു കൂടിയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ മുഖ്യമന്ത്രി കാണുന്നത്, പരിഗണിക്കുന്നു എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ മഴക്കെടുതി സമയത്ത് കടലിൽ മീൻ പിടിക്കാൻ പോയി കാണാതായവരും മരിച്ചവരുമായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും കഴിഞ്ഞ LDF ഗവൺമെൻറ് കൊടുത്ത ഓക്കി പാക്കേജ് ഉണ്ട്, ഓക്കി ദുരന്ത പാക്കേജ്.
20 ലക്ഷം രൂപയും വീടും വെച്ച് കൊടുക്കുന്ന പാക്കേജാണ്. അത് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാകണം.